രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഇപ്പോൾ ഹൈക്കമാൻഡിനാണോ നിലപാട് അതോ കെ സുധാകരനാണോ നിലപാട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ട ഒരവസ്ഥയിലാണ് നിലവിലുള്ളത്. എന്താണ് ഈ കെ സുധാകരൻ്റെ നിലപാടിനെ കുറിച്ച് അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ഒരു മുട്ടുമടക്കലിനെ കുറിച്ച് പറയാനുള്ളത്? അല്ല, അതിൻ്റെ കോൺഗ്രസിൻ്റെ വിഷയത്തിലേക്കും ഹൈക്കമാൻഡിൻ്റെ വിഷയത്തിലേക്കും വരുന്നതിന് മുമ്പ് രാജ്യത്തെ ഭീതിയിലാഴ്ത്തിയ ചില സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം ദില്ലിയിലുണ്ടായിരുന്നു. ദില്ലിയിൽ ഒരു ഭൂകമ്പത്തിന് സ്വഭാവമായിട്ടുള്ള ഒരു പ്രകമ്പനം ഉണ്ടായി. അപ്പം ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റും ബാക്കിയുള്ള ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം അന്വേഷിച്ച് ചെന്നപ്പോൾ ഭൂമി കുലുക്കമൊന്നുമല്ല. യമുനാ നദി തീരത്താണ് നമ്മുടെ രാജ്ഘട്ടുള്ളത്. രാജ്ഘട്ടിനടുത്തുള്ള വീർഭൂമിയിലാണ് 1991 ഈ പെരുമ്പത്തൂരിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെട്ട നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ ആദരണീയനായ രാജീവ് ഗാന്ധിയുടെ ഭൗതിക ശരീരം അടക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കിടന്ന് പുള്ളി തുമ്മിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ അടിയിൽ കിടന്നിട്ട് പുള്ളിയുടെ അവശേഷിക്കുന്ന ശരീരങ്ങളാണ്, എന്നാലും അത് തുമ്മിക്കൊണ്ടിരിക്കുക. ആത്മാവ് തുമ്മുന്നതായിരിക്കും. തുമ്മലെന്ന കാരണം എന്താ വെച്ചാൽ കെ സുധാകരൻ അവിടെ നിന്ന് അന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക രാഹുൽ ഗാന്ധിയുടെ. അപ്പോൾ ഓരോ പ്രാവശ്യം അന്തയ്ക്ക് വിളിക്കുമ്പോഴും ഇതിവിടെ കിടന്ന് തുമ്മുക. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരന് ഇവർ AICC ഹൈക്കമാൻഡ്, ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കോപ്പാന്ന് കണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം ആൾക്കാർ. കെ സുധാകരൻ എന്ത് ഹൈക്കമാൻഡാണ്? ഈ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രിഗേഡിയറാണ്, സ്വന്തമായിട്ടൊരു ബ്രിഗേഡുള്ള ആളാണ്. ആയിരക്കണക്കിന് സൈനികർ കയ്യിലുണ്ട്. അത് തെളിയിക്കുകയും ചെയ്തു കണ്ണൂരിൽ. ആൾക്കാർ തെരുവിലോട്ടിറങ്ങി. അപ്പുറത്ത് പപ്പുമോനെ ബ്രിഗേഡിയർ പോയിട്ട് പട്ടിക്കുട്ടിയെ കളിപ്പിക്കുന്ന ഒരുത്തനാണ്. അവിടെ 10ാം നമ്പർ ജന്മത്തിൽ, ഞാൻ മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നില്ല, നോർത്ത് ഈസ്റ്റിലൊരു മുഖ്യമന്ത്രി എന്നപ്പോൾ പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് അറിയാതെ കൊടുത്തതാണ്. കെ സുധാകരനെങ്ങാനും കൊടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ മുത്തശ്ശിയും കൂടെ തുമ്മിയാനെ, നിന്റെ വല്യമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കണമെന്ന് പറയാം. മറ്റേ ആളിത് സോറി ഐ ഡോണ്ട് നീഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒഴിവായിപ്പോയി. അപ്പം പിന്നെ അതുകൂടെ അപ്പം കെ സുധാകരൻ പോപ്പില്ല എന്നുള്ള മട്ടിലാണ് ചെന്നത്. ഇവിടെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നൊരു സാധനം കെ സുധാകരൻ്റെ മുമ്പിൽ മുട്ടുതറച്ചു നിന്നു എന്നുള്ളതാണ്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രവർത്തക സമിതി അംഗം ശശി തരൂര്, പിന്നെ അതിൻ്റെ മേളിലുള്ള പ്രവർത്തക സമിതി അംഗങ്ങൾ, അതിൻ്റെ മേളിലുള്ള സംവിധാനം, പിന്നെ ഇവരെ കോർ കമ്മിറ്റി എന്നൊക്കെ ഉള്ളത് ആ മാത്രം നിർത്തിയിട്ട് അതിൻ്റെ മുമ്പിൽ നാട്ടുകാർ ഇപ്പോൾ വേറെ അക്ഷരങ്ങൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് അതിപ്പോൾ നമുക്ക് അൺപാർലമെൻ്ററി ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കമ്മിറ്റിയായിട്ടാണ് കാണുന്നത്. തിരുന്ന് കൂടുക, ഊണ് ഉറക്കമില്ലെന്നേ. രാത്രി 2 മണിക്ക് വരെ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ 2 ദിവസം 3 ദിവസമൊക്കെ ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനോനില തെറ്റിപ്പോകും. ആ അവസ്ഥയിലാണ് പുറത്തു വരുന്ന സണ്ണി ജോസഫും VD സതീശനും രവിചന്ദ്രത്തിലൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്. അതുങ്ങളെ കുഴപ്പമല്ല. ഈ കോർ കമ്മിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ഉറക്കമില്ല, ഒരു പരിപാടിയില്ല. ആലോചിച്ച് അവരെ കഷ്ടം ആലോചിച്ച് വയ്ക്കുകയും പുല്ല് ഇതൊന്നും വേണ്ടായിരുന്നു, ഈ കമ്മിറ്റിക്കകത്ത് ഉൾപ്പെടാതിരുന്നാൽ മതിയായിരുന്നു എന്ന് അവരാലോചിച്ച് പോകും. കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു സ്ഥിതിക്കകത്തുണ്ടാകുന്ന കുഴപ്പങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഹുൽ ഗാന്ധി പൊക്കിയാൽ പോകുന്ന ഒരു സാധനമാണ്. രാഹുൽ ഗാന്ധി ഇവിടെ വരുമ്പോൾ രാഹുൽ ജി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കോളേജിലെ പിള്ളേരോട് സ്കൂളിലെ പിള്ളേരോടൊക്കെ സംവദിക്കാൻ പറ്റും. അതിനൊക്കെ പറ്റും. കാരണം ഇവിടെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് പുതുതലമുറയ്ക്കകത്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ നന്നായിട്ട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുത്തിരുന്ന ഒരാളുണ്ട്. രാഹുൽ ഗാന്ധി ആടാണെങ്കിൽ ആനയുടെ വലുപ്പമുള്ള APJ അബ്ദുൽ കലാം. ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ യുവതലമുറയ്ക്ക് മുമ്പിൽ അഗ്നിച്ചിറക്കുകൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെ വളരെ പ്രശസ്തമാണ്. ഐ എം ഡ്രീമിങ് എ ഡ്രീം എന്നൊക്കെ മെസ്സേജുകൾ കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പഴയതെടുത്തിട്ട് യൂട്യൂബ് വീഡിയോസ് എടുത്തിട്ടൊന്ന് നോക്കിയാൽ മതി. വേണ്ടാന്നേ. ഇവിടെ അതിനേക്കാളും വിദഗ്ധമായി സഞ്ജു സാംസൺ, ക്രിക്കറ്റ് കളിക്കുന്ന സഞ്ജു സാംസൺ, കഴിഞ്ഞ ദിവസം പലയിടത്തും ഇൻട്രാക്ഷൻസ് ഉണ്ടായപ്പോൾ സഞ്ജു സാംസൺ എത്രയോ മനോഹരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ സഞ്ജു സാംസൺ വിനയത്തോടു കൂടി പറഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി വളരെ മഹാ കഴിവുള്ള ആളാണ്, എന്നെക്കൊണ്ട് പറ്റുമെന്നേ, എനിക്ക് ഞാൻ വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് പറയുക. ഞാൻ ഇതേമാതിരി വിദേശത്തൊന്നും പോയി പഠിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. കുക്കറി ഷോ നടത്താനും എനിക്കറിയത്തില്ല. കല്ലുപ്പ് ഇതൊന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതൊന്നും പറയാൻ എനിക്കറിയത്തില്ല എന്നേ ഉള്ളൂ. കാരണം അങ്ങനൊന്നും ഉള്ള കഴിവ് നമുക്കില്ല. നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. ഇവർ ഈ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ന്യൂസിലൻഡിൽ നിന്നുള്ള എഡ്മണ്ട് ഹിലാരിയും, അതേപോലെ തന്നെ അദ്ദേഹം ഒരു തേനീച്ച വളർത്തലുകാരനായിരുന്നു, അതേപോലെ തന്നെ നേപ്പാളിലെ ഒരു ഷെർപ്പയായിരുന്ന ടെൻസിംഗ് നോർഗയും കൂടിയിട്ടാണ് എവറസ്റ്റ് കീഴടക്കുന്നത്. ഈ എവറസ്റ്റ് കീഴടക്കിയതിന് ശേഷം ഈ ടെൻസിങ്ങിനെ അതേപോലെ എഡ്മണ്ട് ഹിലാരിയും 2 പേരെയും അമേരിക്കയിലെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ന്യൂസിലൻഡിൻ്റെ അവിടുത്തെ നയതന്ത്ര വിദഗ്ധർ, അവിടെയുള്ള ന്യൂസിലൻഡ് കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം അമേരിക്ക
അതിലേക്ക് ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചു. നേപ്പാളിലെയും അവിടെയുള്ള, കാരണം കൂർക്കകൾ അന്ന് അവിടെയൊക്കെയുള്ള കാലമാണ്, അപ്പോൾ അവരുടെയും ഒഫീഷ്യൽസിനെയും ബാക്കിയുള്ളവരൊക്കെ ക്ഷണിച്ചു. അപ്പോൾ എല്ലാവരും വരുന്നു. അപ്പോൾ ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ അന്നും 20 നിലയൊക്കെയുള്ള ടവർ ഉണ്ടല്ലോ, അതിൻ്റെ 20ാമത്തെ ഫ്ലോറിലെങ്ങാണ്ടാണ് ഈ പരിപാടി നടക്കുന്നത്, ഹാള്. അപ്പോൾ എല്ലാവരും വരുന്നു, എല്ലാവരെയും പിന്നെ സ്വീകരിക്കുന്നു. വരുന്ന വഴിക്ക് സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്, എന്നിട്ട് ആനയിച്ച് ലിഫ്റ്റിലേക്ക് കയറ്റാൻ ആളുണ്ട്, മേളിൽ ചെല്ലുമ്പോൾ ലിഫ്റ്റ് ചെല്ലുമ്പോൾ അവിടെ സ്വീകരിക്കാൻ ആളുണ്ട്, പൊക്കം കൊടുക്കാൻ ആളുണ്ട്, പിന്നെ സ്റ്റേജിൽ കയറ്റാൻ ആളുണ്ട്, വേദിയിലിരുത്തേണ്ടവരെ വേദിയിലിരുത്താൻ ആളുണ്ട്. സ്റ്റേജിൽ കയറ്റേണ്ടവരെ പാസ് നോക്കിയിട്ടാണ്, സംസാരിക്കേണ്ടവരെ മാത്രമേ ഡയസിലോട്ട് കയറ്റുള്ളൂ. അപ്പോൾ ഈ ഫെൻസിങ് ചെയ്യുന്നു. ഇപ്പം ഇവർ നോക്കിയപ്പോൾ ഏതോ കൂർക്ക വന്നു. അപ്പോൾ ഇയാൾ വന്നിട്ട് ലിഫ്റ്റിലോട്ട് കാണിച്ചപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് ഇയാൾ ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. ഫെൻസിങ് നേരെ എന്ത് ചെയ്തു, സ്റ്റെയർ കേസ് കയറി. ഇവന്മാർ കരുതി ഇയാൾക്ക് പേടിയായിട്ടാണ്, ലിഫ്റ്റിൽ കയറി പേടിയായിട്ടാണ്, ഏതോ ഒരു പൊട്ടൻ. അപ്പോൾ ഇത്രയും നേരം കയറിയിട്ട് ഇയാൾ ഈ ഹോളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇയാളെ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്, ഷെർപ്പ ടെൻസിംഗ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ എവറസ്റ്റ് 8848 മീറ്റർ ഉയരത്തിലുള്ള പിന്നെ എവറസ്റ്റ് കീഴടക്കിയ ടെൻസിങ്ങിന് എന്താ 20 നില എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് കണ്ണൂരിലെ CPM-നോടൊക്കെ പോരടിച്ച് വന്ന കെ സുധാകരൻ എന്ത് ഹൈക്കമാൻഡാണ്. കെ സുധാകരൻ്റെ മുമ്പിൽ പൂച്ചക്കുട്ടിയെപ്പോലെ പിന്നെ കാല് നക്കി കൊടുക്കുന്നതിന് മത്സരിക്കുന്ന ഒരു ഗതികേടിലേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ എന്തുകൊണ്ട് അവസാനം ഇന്നലെ പാതിരാത്രി ആയപ്പോൾ, പാതിരാത്രിക്കല്ല വെളുപ്പിലെയാണ്, ഞാൻ നല്ല ലൈവ് കണ്ടുകൊണ്ടിരിക്കുക, ഉറങ്ങിയിട്ടില്ല ശരിക്കും. കാരണം ഇതെന്തോ ഈ പരിപാടി കാണുന്ന ഭയങ്കര രസമായിരുന്നു. മീഡിയക്കാരും ഉറങ്ങിയിട്ടില്ല, മലയാളികൾ മൊത്തത്തിൽ ഉറങ്ങിയിട്ടില്ല. അവർക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഇന്ത്യക്കാർ മൊത്തം ഉറങ്ങാതിരുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടന്നു അന്ന് രാത്രിയാണ്. ഇത് പറഞ്ഞു വരട്ടെ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് സംഭവം മറ്റേതറിഞ്ഞു, ഏത് വീർഭൂമിയിൽ പ്രകമ്പനം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, തുമ്മൽ. ഇനി എല്ലാ ഒന്നേയും കുഴി കിടന്ന് തുമ്പുണ്ടാന്ന് എഴുതിയിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അറിയാം സുധാകരനാണ് അടുത്തത്. ആരോ പറഞ്ഞു കൊടുത്തു അയാളെടുത്ത്, ആപ്കോ ബാപ്കോ പോലേക്കാന്ന് പറഞ്ഞു. അപ്പം കന്നഡയിൽ എന്താ പറയാന്ന് എനിക്കറിയത്തില്ല. കന്നഡയിൽ എനിക്ക് ആകെ അറിയാവുന്നൊരു വാക്ക് മുത്തുകവും മാത്രം, തേന്മാവിൻകൊമ്പത്തെ സിനിമ കണ്ടുകൊണ്ട്. അപ്പോൾ ഈ സംഭവം പേടിച്ചിട്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ വയസ്സുകാലത്ത്, ഇനിയും ഈ വയസ്സുകാലത്ത് എൻ്റെ തന്തയ്ക്ക് വിളി കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇത് സമ്മതിച്ചത്. കേസിക്കും തന്തയ്ക്ക് വിളി കേൾക്കാൻ ഇഷ്ടമില്ല, വീളിക്കും തന്തയ്ക്ക് വിളി കേൾക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അവർ എളുപ്പം ഓടി പോന്നു. ഇനിയിപ്പോൾ അത് അറിയാതെങ്ങാനും കൺമുമ്പിൽപ്പെട്ട് കഴിഞ്ഞാൽ രാജ്ഭവൻ ഉണ്ണിത്താൻ മാത്രം പറഞ്ഞു, ഞാൻ പുള്ളിയെ കാണാൻ പോകുന്നില്ല, ഞങ്ങളൊരു ഫ്ലാറ്റിൽ തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെയാണ് താമസിക്കുന്നത്, കാരണം ഞാൻ MP-മാരും മത്സരിക്കേണ്ട എന്നുള്ള നിലപാടിൽ നിന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇനി എന്നെ കാണുമ്പം അതിൻ്റെ ഒരു അസ്വാരസ്യം പുള്ളിക്ക് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. ഉണ്ണിത്താനുള്ള നട്ടെല്ലിൻ്റെ പിന്നെ ഒരു നിലപാടിൻ്റെ ഒരംശം പോലും എടുക്കാൻ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സാധനത്തിന്, ഇനി ഹൈക്കമാൻഡ് എന്ന് അതിനെ വിളിക്കരുത്, ലോ കമാൻഡ് എന്നും പറയാൻ പറ്റില്ല, കമാൻഡ് എന്ന് പറയരുത്, കമാൻഡ് എന്നുള്ള വാക്കേ പറയരുത്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് പറയുന്നത്. ലിറ്ററലി they were beggars in front of സുധാകരൻ. രാജമേന്ദ്ര ഞാൻ കാണിച്ചിട്ട് ഇപ്പൊ 96 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം 5 മണിക്കാണ് ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് 97 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും രണ്ടാമത്തെ കോൺഗ്രസിന്റെ ലിസ്റ്റ് പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്, ഈ പലപ്പോഴും പല ആളുകളുടെ പേരും ഈ കോൺഗ്രസ് ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് VD സതീശൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മത്സരിക്കാനില്ല, ഞാൻ രാജിവെക്കും എന്നുള്ളൊരു രീതിയിലാണ് അവിടെ പല സമയങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാട് എന്നാണ് സമ്മർദ്ദത്തില്, അതായത് ഹൈക്കമാൻഡിനെ തന്നെ സമ്മർദ്ദത്തിലാഴ്ത്തി കളയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഇന്നിപ്പോ രാവിലെ അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങിയതിനു ശേഷം പറയുന്നത്, ഞാനും KC വേണുഗോപാലുമായിട്ട് ഭയങ്കര വലിയ പോരാട്ടമായിരുന്നു എന്നാണ് പല പത്രമാധ്യമങ്ങളും പറഞ്ഞിരുന്നത്. സത്യമാണ്, ശരിക്കും KC വേണുഗോപാലും ചെന്നിത്തലയുണ്ട്, ആരും മോശമില്ലെന്നേ. ഇവരും CB ഇതിനകത്തെല്ലാം ഏറ്റവും വലിയ ഗെയിമർ എന്ന് പറയുന്നത് ഷാഫി പറമ്പിലായിരുന്നു. ഇത് ഷാഫി പറമ്പിൽ ഈ ചെന്നായി പിന്നെ ആടിനെ തമ്മിലടുപ്പിക്കാന്ന് പറഞ്ഞ മാതിരി അവിടെയും പിരികൊടുക്കും ഇവിടെയും പിരികൊടുക്കും, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പം സീറ്റ് കിട്ടിയവർക്കൊക്കെ ഷാഫി ഞാനും കൂടെ സമ്മർദ്ദം ചെലുത്തിയിട്ട സീറ്റ് മേടിച്ചു കൊടുത്തതെന്നാണ് പറയുന്നത്. സീറ്റ് ഉറപ്പായവർക്കൊക്കെ. സീറ്റ് കിട്ടാത്തവരോട് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു, പക്ഷെ മറ്റവൻ വെട്ടി, ഇങ്ങേര് വെട്ടി, മറ്റേ ആൾ വെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഷാഫിക്ക് ഇവരോടെല്ലാം കലിപ്പുണ്ടല്ലോ, ഷാഫിക്ക് ഇവരെല്ലാം തലയിൽ കൂടെ കയറി വരണം. അപ്പം ഈ സാധനമാണ് നടക്കുന്നത്. അതായത് സീറ്റ് കിട്ടിയവരുടെ എല്ലാം മുമ്പിൽ എട്ടുകാലി കമ്മുഞ്ഞ് കളിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും പറക്കിച്ചു, അത്രയും വാദിച്ചു എൻ്റെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം, അത് ഓരോരുത്തരോടും പറയുന്നത്. അതേസമയം സീറ്റ് കിട്ടാതെ നിരാശരാകുന്ന ആൾക്കാർ വിളിക്കുമ്പോൾ സംസാരിക്കുമ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ അവർ നിങ്ങൾ കരുതുന്ന പോലെയല്ല, നിങ്ങൾ ഇനി അവരെ വിശ്വസിച്ച് നിൽക്കണ്ട,
നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, അവർ വെട്ടി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള സ്ഥിതി എന്താ? ഇപ്പോൾ സുധാകരൻ്റെ മുമ്പിൽ മാത്രമല്ല കീഴടങ്ങിയേ, കൊച്ചു പിള്ളേരുടെ മുമ്പിലാണ്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവർ രാജീവ് കത്ത് അഖിലേന്ത്യാ പ്രസിഡന്റ് അയച്ചപ്പോഴത്തേക്ക് ദേശീയ കമാൻഡർ KC വേണുഗോപാൽ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു സീറ്റ് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാർ ഇപ്പോൾ ഇതുവരെ ഉണ്ടാക്കി വെച്ച പണിയെല്ലാം മാറുമല്ലോ, എവിടെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യും? അപ്പോൾ അവിടെ തീരുമാനിച്ച ആ സീറ്റിൽ തീരുമാനിച്ച ആളെ വെട്ടണമല്ലോ. ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. ഇവിടെ പെരുമ്പാവൂരിൽ തെരുവിൽ പ്രകടനം നടക്കുക, പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടിയിട്ട്. പ്രകടനത്തിൽ ആരാ പങ്കെടുക്കുന്നതെന്നറിയോ? അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പിന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഭാരവാഹികൾ, നേതാക്കന്മാരാണ് പ്രകടനം നടത്തുന്നത്. കണ്ണൂരിൽ സുധാകരന് വേണ്ടി സാധാരണ പ്രവർത്തകരാണ് തെരുവിലിറങ്ങിയത്, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരല്ല. റജിൽ മുവാക്കറ്റ് ഉൾപ്പെടെയുള്ളൊരു പ്രകടനത്തിന് നിന്നിട്ടില്ല. അതേസമയം ഇവിടെ നേതാക്കന്മാരാണ് പ്രകടനം നടത്തുന്നത്. ഇവർ ഞെട്ടിപ്പോവുകയല്ലേ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇവർ ഈ സംവിധാനം, ഈ ഹൈക്കമാൻഡ് ഇതൊക്കെ പിരിച്ചുവിടുന്നേ ഇവിടെ കേരളത്തിൽ ഇരുന്ന് ചിന്തിച്ചാൽ പോരെ. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർലൈൻസുകാർക്ക് നല്ല ലാഭമാണ്. കാരണം എല്ലാം ദില്ലിയിലോട്ട് പോകുന്നു. പിന്നെ കണ്ണൂർ ടു ദില്ലി, പിന്നെ കൊച്ചി ടു ദില്ലി, കാലിക്കറ്റ് ടു ദില്ലി, ട്രിവാൻഡ്രം ടു ദില്ലി, എല്ലാ സർവീസും ഫുള്ളാണ്. എല്ലാ സർവീസിനകത്തും സീറ്റ് മോഹികളും പിന്നെ ഇവരെ ചർച്ചയ്ക്ക് പോകുന്ന കോർ കമ്മിറ്റിക്കാരും മറ്റേ കമ്മിറ്റിക്കാരും എല്ലാവരും കൂടിയിട്ട് അടുത്ത ദിവസം ഇങ്ങോട്ട് ഷട്ടിലടിക്കുന്നു, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. എന്നാൽ ഈ 4 പോത്തുകൾ ഇങ്ങോട്ട് വന്നാൽ പോരെ, കേരളത്തിൽ വന്നിട്ട് 4 ദിവസം ഇവിടെ നിന്നാൽ പോരെ? ഇത്രയും പൈസ മുടക്കണോ? ചായ കുടിക്കാൻ പൈസ ഇല്ല. എപ്പോഴാണ് ICC ഓഫീസിലെ പിന്നെ ഇത് ഊരിക്കൊണ്ട് ഇവിടുത്തെ KSBക്ക് അവിടെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ഇത് ഊരിക്കൊണ്ട് പോകുകയെന്നറിയത്തില്ല. ആ സമയത്താണ് ഇവർ കിടന്നിട്ട് ഉള്ള പൈസ മുഴുവൻ കണക്കുകളിന് കൊടുത്തു, ബാക്കി പൈസയ്ക്ക് ഇവർ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും കോൺഗ്രസ് ഈ പ്രതിസന്ധിയിലിരിക്കുമ്പോഴും പിന്നെ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് വെച്ചാൽ അതിനിടയ്ക്കൂടെ പെങ്ങളുമായിട്ട് വഴക്കൂടുക. കാരണം ചർച്ചയ്ക്ക് ഇരിക്കാൻ ഫുള്ളായിട്ട് സമയമില്ല, പെങ്ങളുമായിട്ട് കുസ്തി പിടിക്കണമല്ലോ. വീട്ടിൽ നിന്ന് ഞങ്ങളെപ്പോഴും വഴക്കൂടാറുണ്ട്, പിന്നെ പാവക്കുട്ടിയെ കളിപ്പിക്കാറുണ്ട്. അപ്പോൾ അമ്മയോട് ഞാൻ പോയിട്ട് പരാതി പറയും, അമ്മയോട് പെങ്ങൾ പോയിട്ട് പരാതി പറയും എന്നൊക്കെ പറഞ്ഞ് പൊതുവേദിയിൽ പ്രസംഗിച്ച ഒരു പൊട്ടനാണ്. പപ്പു മോൻ എന്നുള്ള പേര് ഒരു കാലത്തും മാറാൻ പോകുന്നില്ല. ഈ പപ്പു മോനാണ് സുധാകരനെ പോലെ ഒരു തവണ മന്ത്രിയും 1-2 തവണ MLAയും പിന്നെ അതേപോലെ തന്നെ 2 തവണ പിന്നെ വെറും MPയും മാത്രമായിട്ടിരുന്ന മുൻ KPCC പ്രസിഡന്റുമായിട്ട് കുറച്ചു കാലം ഇരുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ മുട്ട് വിറച്ച് നിൽക്കുന്ന പുള്ളിയുടെ തന്തയ്ക്ക് വിളി കേൾക്കേണ്ടി വന്ന ഒരാളാണ് നരേന്ദ്രമോദിയെ എതിരിടാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള ചിന്ത. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദിയോട് പോയിട്ട് നരേന്ദ്രമോദിയുടെ പിന്നെ പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ അതിനോട് നേരിടാനുള്ള കെൽപ്പ് പോലും രാഹുൽ ഗാന്ധിക്കില്ല എന്ന് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധി തിരിച്ചറിയത്തില്ല, കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുകയും രാഹുൽ ഗാന്ധി അത് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.